ചേട്ടാ നിങ്ങൾ കളിയെന്ന് നിർത്തുക. നിങ്ങൾ പേരാമ്പ്രയിലെ റോഡ് ഷോ കണ്ടില്ലേ? കണ്ടില്ലെന്നോ? ഏതാ മോനെ ആവശ്യം? ഷാഫി കാലയ്ക്ക് മറിച്ചില്ലേ? ഷാഫിന്റെ അല്ലപ്പാ, അത് കുറച്ച് പഴയതല്ലേ. ടീച്ചറുടെ എന്താ ആള്. ഓ, ടീച്ചറത്. ഇവിടെ പണ്ടൊന്നും ഇങ്ങനൊരു റോഡ് ഷോയോ മത്സരമൊന്നുമില്ല. പോളിംഗ് എടുക്കാനാകുമ്പം 1-2 പ്രകടനം, അതന്നെ നാട്ടുമ്പുറത്തൊക്കെ ഉണ്ടാകുന്ന കാര്യം. ഇതിപ്പം ഇഞ്ചോടിഞ്ച് മത്സരമല്ലേ, 1 ഇഞ്ച് അങ്ങോട്ടുമില്ല 1 ഇഞ്ച് ഇങ്ങോട്ടുമില്ല, അത്രമാത്രം കിട മത്സരമല്ലേ. സ്ഥാനാർത്ഥി വന്നാൽ തന്നെ റോഡ് ഷോ ആയിട്ടാ. അതാണ് രണ്ടാൾ. ചേട്ടാ, വടകരയുടെ മൊത്തത്തിലുള്ള സ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പോൾ? അതിവേഗം ബഹുദൂരം തന്നെ. അത് നമ്മളെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ പോലെയാണ്. അതിവേഗം ബഹുദൂരം തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ടീച്ചർ ബഹുദൂരം മുന്നിലാണ്, ഷാഫി ആണെങ്കിൽ അതിവേഗവും. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനുണ്ട്, തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ അറക്കൽ ക്ഷേത്രത്തിൽ വെച്ച് പ്രഫുൽ കൃഷ്ണനെ. ഓക്കെ. വടകരയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങൾ വടകര പാർലമെന്റിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കൊണ്ട് എഴുതി വെച്ചു. ഇവിടെ നമ്മുടെ ഈ കോവിഡ് കാലഘട്ടം, പ്രതിരോധം, അഴിമതി, UDF വലിയ വിഷയമാകുന്നുണ്ടല്ലോ. ഫോണൊക്കെ തുറന്ന ഇതേ കാണാനുള്ളൂ. അത് അങ്ങനെ മാത്രമല്ല, ജനറലായിട്ടല്ല. PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക്, ഇതെല്ലാം അവർ കുത്തിപ്പോക്കുന്നുണ്ട്. പക്ഷേ ടീച്ചർക്ക് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു. ടീച്ചർ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. ടീച്ചർ കാര്യമാക്കുന്നില്ല, എല്ലാത്തിനും ജനങ്ങൾ മറുപടി പറഞ്ഞോളെന്നാണ് ടീച്ചർ പറയുന്നത്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് ഗ്യാരണ്ടി. അപ്പോൾ കുറച്ചുകൂടി കളിക്കാനല്ലേ. അല്ല, നമുക്ക് ഈ റോഡ് ഷോ കുറേയും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ? ഇനി ഓരോ സ്ഥലത്തും പോകേണ്ടി വരും മിക്കവാറും. കാരണം ഈ പേരാമ്പ്രയിലും പൊല്ലാച്ചിയിലൊക്കെ കണ്ടില്ലേ, വടകരയൊക്കെ പ്രശ്നം തന്നെയാവും. റോഡ് ഷോ മത്സരം. അപ്പോൾ നമുക്ക് റോഡ് ഷോ ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ.